അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുന്നപ്പോൾ ഇറങ്ങേണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇരുട്ടായതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പമ്പ് കയറി മൂത്രക്കാനൊക്കെ കയറിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ പോണത് പാലക്കാട് നെല്ലിയാമ്പതി, പിന്നെ പാലക്കാട് കുറച്ച് ഗ്രാമപ്രദേശങ്ങൾ, പിന്നെ പാലക്കാട് ഭാഗങ്ങളിലെ ഏരിയകളായിട്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ കരുതുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങള് പാലക്കാട് പട്ടൻ. പാലക്കാട് പട്ടര കാണാൻ പോണ. പാലക്കാട് പട്ടര നെല്ലിയാമ്പതി കാട്ടുമുക്ക്. അപ്പൊ ഞങ്ങൾ വന്ന വണ്ടി ഇതാണ്. നമ്മളെ ചെറുക്ക ഉള്ളിലുണ്ട്. ഇങ്ങോട്ട് നോക്കേ, എവിടെ അതിന്റെ ഉള്ളിൽ പോയി തീർക്കുക. ഇങ്ങോട്ട് നോക്കേ, പുറത്തേക്ക് ഇറങ്ങി കാരണം കാണുന്നത് നമ്മളെ ചെറുക്ക കണ്ടോ. നമ്മള് ചെറുക്ക അവിടെ ഇവിടെ പന്നെ കാണില്ല. ചെന്ന ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. ഇതാണ് നമ്മൾ ആസിഫ് അലിക്ക എഡിറ്റർ. ഇയാള് കാരണം നമ്മളെ വീഡിയോ വരുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനെന്ന് പറഞ്ഞ വ്യക്തി രാവിലെ മുതൽ ഒരു 10 മണിക്ക് പോയി കഴിഞ്ഞാൽ 6:30-7 മണിയാവും നാട്ടിലെത്താൻ. പക്ഷെ നാട്ടിൽ വെറുതെ കുത്തിരിക്കണ കുറെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും പണിയെടുക്കും. കുറെ ആൾക്കാരില്ല, ഒരാളുണ്ട്. അയാളെ ഏൽപ്പിച്ചാൽ മതി. ഒരു എഡിറ്ററെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആ എഡിറ്റർ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാരും ഏൽപ്പിച്ചു. അല്ല, എന്റെ ഭാഗത്ത് ഞാൻ നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. പിന്നെ നമ്മള് കക്കൂസ് പോയാലോ കാണാൻ പോവാ. ഹൈ, ബാത്റൂം പോയി കാണില്ല. തന്നെ ബനാണ് ഈ ഇറ്റത്തിലെ ചങ്ങായാണ്. വെളിച്ചത്തേക്ക് വരിക ആണോ? ഈ ചെറുക്കനാണ് ഏത് ടൂറിലും എല്ലാ പമ്പലും കയറും, എല്ലാ ബാത്റൂമും ഓനെ വണ്ടി വരും. ഏത് ടൂർ പോയാലും അവിടുത്തെ ബാത്റൂം ഓനൊരു സമയമുണ്ട്. ആ സമയം നമ്മൾ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താ പറയുക? സമയത്ത് കക്കൂസ് കിട്ടണതാണ്. പിന്നെ ഏറ്റവും വലിയ ഏത് ട്രിപ്പിന് 2 മണിക്കൂർ നേരം. അപ്പൊ നമ്മളെത്തിയിരിക്കുന്നത് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലാണ്. ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് ചെക്ക് പോസ്റ്റ് 7 മണിക്ക് തുറക്കുള്ളൂ. 7 മണിക്ക് തുറക്കണ മുമ്പേ നമ്മളെ എല്ലാവരും വണ്ടിയിൽ കിടന്നുറങ്ങണം. ഗൈസ്, രാവിലെ തന്നെ ഗ്രാമങ്ങളിലാ എല്ലാവരും നല്ല ഗ്രാമങ്ങളിൽ ലാപ്പാർക്കുന്നു. ആ പറഞ്ഞ അവിടെ വേക്ക് വലിയ ലാപ്പാർക്കല്ലാണ്. മെയിൻ ആളതാ. എന്താ ചെയ്യ ഇങ്ങനെയൊക്കെ ആയ. നമ്മള് പാവം, നമ്മള് ബ്രസീലിന്റെ കളിയുണ്ട്. അപ്പൊ അതിന് വേണ്ടി കാറ്റിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അൽമോസ്റ്റ് ഉറങ്ങാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മളാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഹലോ കാക്കേ ഹലോ, ഗുഡ് മോർണിംഗ് ആയിക്കണേ. പോയി ഹലോ, സമയം നോക്ക് മാൻ. അപ്പൊ ഞങ്ങൾ ചെക്ക് പോസ്റ്റില് എത്തിയിട്ട് രാവിലെ എത്ര സമയം 6:30 സമയം നല്ല സുഖസുന്ദരായിട്ട് 4:30 2 മണിക്കൂറോളം ഇങ്ങനെ കിടന്നുറങ്ങി. ഇപ്പൊ നീച്ചു. അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ, ബ്രസീലിന്റെ കളി ഉണ്ടെന്ന്. അപ്പൊ ബ്രസീലിന്റെ കളിയാണ്. അപ്പൊ ബ്രസീലിന്റെ കളി ഇങ്ങനെ പന്ത് കൊണ്ടുവരികയാണ്. ഇപ്പൊ പന്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ണ്ടോ കളി കാണുന്ന ചെക്കന്മാര് കളി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ കളിക്കട കണക്കുണ്ട്. അപ്പൊ നമ്മള് ചെക്കന്മാര് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയി നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അവിടെ അപ്പുറത്തൊന്ന് ഡാമിന്റെ ഭാഗത്തുനിന്ന് പോയോട്ടെ. നമ്മള് പോത്തുംകുട്ടി ഡാമിന്റെ അവിടെയാണ്. പോത്തുണ്ടി ഡാമിന്റെ അവിടെ. പോത്തുംകുട്ടി ഡാമല്ല, പോത്തുണ്ടി. അത് നോക്കി നിങ്ങളെ മനസ്സിലായി വൈബ് ഒരു രക്ഷയില്ല. ആ ബാക്ക് സൈഡൊക്കെ നോക്കി എങ്ങനെയൊക്കെയാണ് ഈ ആ നീർ നിൽക്കുന്ന റോഡൊക്കെ കാണിച്ചു കൊടുത്താ. ഇതാണ് മക്കളെ എന്താ ഡാമക്ക് വരണ ഡാമിന്റെ പേരെത്താ പറഞ്ഞേ? പോത്തുംകുട്ടി ഡാം. ഇത്രയും പ്യൂർ ബ്യൂട്ടി എവിടെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്.
ആ കാര്യങ്ങളൊക്കെ അടുപ്പായി. ഇത് ഡാം ഒന്നും ഉണ്ടാക്കിയാൽ എനിക്കറിയാം. അറിയില്ല. അറിയില്ല. ആ 1900 എത്ര ആണ്? അതാണ് ഇതിന് എത്ര നീളം എനിക്കറിയോ? അറിയില്ല. അയച്ചു അറിയില്ല. എത്ര നമുക്ക് ചോദിച്ചിട്ട് കൊറേ വണ്ടികളുണ്ടല്ലോ. നമ്മള് വന്നപ്പോ ഒന്നുമില്ലേ. ഇവിടെ ഒരു ചായപ്പീടി ഉണ്ട്. നമ്മളിവിടുന്ന് ചായ കുടിക്കണില്ല. മഴ വരുന്ന പോലെ തോന്നുന്നു. ഇതാണ് നമ്മളെ വണ്ടി. എന്റെ സ്വന്തമായിട്ടുള്ള വണ്ടിയാണ്. വണ്ടിന്റെ സ്പെസിഫിക്കേഷൻസിനെ പറഞ്ഞ ഇത് വണ്ടി അടിപൊളി വണ്ടിയാണ്. 2006 മോഡൽ വണ്ടിയാണ്. അത് ഓന വണ്ടിയാണ് പറഞ്ഞത്. ഇതിന്റെ വണ്ടിയാണല്ലോ. ഞാൻ കൊടുക്കണ്ട ഞാൻ തീരുമാനിച്ചൂലേ. ഇവിടെ അതൊരു റോഡൊക്കെ കാണുന്നുണ്ട്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് കോതശ്ശേരി മാട്ടായി തളിപ്പാടം റോഡ്. മയിൽ അങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ട കേട്ടോ. കളി ഉണ്ടായോ. നമ്മള് യാത്ര തുടങ്ങി നമ്മളിപ്പോ എവിടെ എത്തിപ്പോ? എത്രാമത്തെ വിഭാനത്? 4ാമത്തെ എത്തിയില്ലേ? ഒന്നും ചെയ്യില്ല. അപ്പൊ ഇതുള്ളത് ഇത് പാലക്കാട് ചെറിയ ഊട്ടി എന്നൊന്നും അറിയപ്പെടുന്നതാണ് കേട്ടോ. ചെറിയ ഊട്ടി, മിനി ഊട്ടി അല്ല. ഇതും ഒരു ഊട്ടി എന്നറിയപ്പെടുന്നു. പാലക്കാടിന്റെ ഊട്ടി. ഇത് പാലക്കാടിന്റെ ഊട്ടിയാണത്. ഇതാണ് ഡ്രൈവർ ബാപ്പുട്ടി. അത് ഞങ്ങളെ ഡ്രൈവർ കമറു അങ്ങനെ പറയും. ഇത് ഞങ്ങളെ ക്യാമറമാൻ ഐദ്രു. ഇത് ഞങ്ങളെ കോ ഡ്രൈവർ ആയിഷാത്ത. ഇത് നമ്മളെ സാക്കിർ നായിക്. അതിന്റെ ബാക്കിലുള്ളത് നമ്മളെ എഞ്ചിനീയർ കുണ്ടമണി. അതിന്റെ ബാക്കിൽ ഒരാളുണ്ട്, മന്തിക്കാരൻ മുതലാളി നസീബ് കുയ്മന്തി. ആ മുമ്പിലെ ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതാണ് പണ്ട് മറ്റേ 2018 വെള്ളം വന്നാണ്ട് ആകെ ഒലിച്ചു പോയില്. അതിവിടെ നല്ല വെള്ളം. പിന്നെ ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പാലക്കാട്ടിൽ നിന്നും 60 കിലോമീറ്റർ മാറിയിട്ടാണ് നെല്ലിയാമ്പതി എത്താം. നെല്ലിയാമ്പതിയിൽ നെല്ലൊന്നുമില്ല. നെല്ലിയാമ്പതിയിൽ എന്താ ഉള്ളത് വെച്ചാല് കുറച്ച് ഡാം ഉണ്ട്, കുറച്ച് വെള്ളച്ചാട്ടം. നെല്ലിയാമ്പതിയിൽ ഫുൾ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം നെല്ലിയാമ്പതി. എന്തോ ഒരു രസം. മഴ യാത്ര അടിപൊളി. നല്ല മഴയാണ്, നല്ല മഴയാണ് പുറത്ത്. ഞങ്ങളിപ്പോ വണ്ടിന്റെ ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾക്ക് മഴ കൊള്ളണല്ലേ ഗൈസ്. ഞങ്ങൾക്ക് മഴ കൊള്ളാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങള് പുതിയൊരു വണ്ടി എടുത്തതാണ്, ഇന്നോവ. അപ്പൊ ഞങ്ങൾ ഇന്നോവ എടുത്തുകൊണ്ടാണ് ഇപ്പൊ യാത്ര ചെയ്യണത് നെല്ലിയാമ്പതിക്ക്. അപ്പൊ അതുകൊണ്ട് മഴ ഉള്ളൂല. ആ ചില്ലൊക്കെ മുട്ടിയാണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യണത്. ആ അപ്പൊ നിങ്ങളെ കാറിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് മഴയെ കൊള്ളൂല കേട്ടോ. അപ്പൊ നെല്ലിയാമ്പതി ബൈക്ക് പോവുകയാണെങ്കിൽ നിങ്ങള് മറ്റേ ചൈനക്കാരുന്ന പോലെ സൈഡിലും മുമ്പിലൊക്കെ മറിച്ചോണ്ട് വരണം. ലോറി വന്നു ഗൈസ്, ലോറി വന്നു ഗൈസ്. തമിഴ്നാട് വണ്ടി വന്നേ. ഓ മണ്ടക്കടിച്ചല്ലേ, ബുദ്ധി പോവും എന്റെ. ഞാൻ വണ്ടി ഓട്ടട്ടെ. ഈ ക്യാമറ കൊണ്ട് വണ്ടി നിർത്തിയിട്ടാണ് അത്. വണ്ടി ഒന്നും ഓട്ടണ്ട, വണ്ടി ഒറ്റ പോയിക്കോളൂ. അത് കയറില്ല, ആ മാറ്റി കൊടുക്കാം. അൽമുസ്തു വ്ലോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം മക്കളെ. നാളെ പിരിവിനിറങ്ങും. പൈസ എല്ലാവരും നല്ല മഴ ഗൈസ്.
നമ്മളൊരു ഇത് കാണാനുള്ള സ്ഥലത്ത് നമ്മളൊരു ചലഞ്ച് നടത്തും. റെയിൻകോട്ട് ഇല്ല, നമ്മളെ കയ്യിൽ കൊടയില്ല, നല്ല രസകരം. നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത്, അൽമുസ്തു വ്ലോഗിൽ നമ്മളൊരു ചലഞ്ച് തുടങ്ങണ്ടേ. എല്ലാവരും ഒരു രൂപ സബ്സ്ക്രൈബേഴ്സില്ല, എല്ലാവരും ₹1 അയച്ചു തരണം. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് അൽമുസ്തു വക ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അൽമുസ്തു എന്ന അക്കൗണ്ടിലേക്ക്, അൽമുസ്തു അക്കൗണ്ട് ഉണ്ടാവും, അൽമുസ്താഖ് എന്ന അക്കൗണ്ടിലേക്ക് ₹1 അയക്കാം. ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും നമ്മൾ ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പളേ അപ്പൊ എന്റെ കുട്ടീന്റെ സൗണ്ട് ഒക്കെ പോയിക്കണം. വർത്താനം പറഞ്ഞ് എന്റെ കുട്ടീന്റെ സൗണ്ടാ പോയി. എന്റെ കുട്ടി ഇല്ലാതെ നമുക്ക് കാര്യമില്ല. എടാ വള്ളം നല്ല ചാടുണ്ട് കേട്ടോ. ഇവിടെ 2 ആൾക്കാരുടെ മയത്തെന്തോ പറ്റിയിരുന്ന പോലെ വണ്ടി ചാട്ടുകയാണെന്ന് ഞാൻ തോന്നുന്നു. വണ്ടി പോളെ വെള്ളം ചാടണേ. KSRTC എന്തോ പഞ്ചറായിക്കണം ഇവിടെ. ഒരു മൂത്രമൊഴിച്ച് ഇറങ്ങും. പിന്നെ ബൈക്കുമാരായിട്ട് ചക്കന്മാരും ഉണ്ട്. അടിപൊളി കുട്ടികളെ ബൈക്കുമ്പോ ഉണ്ട്. ഒരു ആയ കേട്ടോ, ചക്കന്മാരെ ഏതെങ്കിലും ഒരു ആയ കിട്ട് പോണ്ട്. പിന്നെ മുമ്പിലെ ബസ്സിന് സാധനം പോകണ്ട വണ്ടിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ യാത്രയുടെ ഭംഗി, മനോഹരമായ ഭംഗിയാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. KSRTC സർവീസാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രൈവറ്റും ഉണ്ട്. നന്മയുള്ള ഫയ്യാൻ, പട്ടിക്ക് തീറ്റ കൊടുത്തും ഫയ്യാനാണല്ലോ. പട്ടിക്ക് തീറ്റ കൊടുക്കും. ഓഫ് റോഡ്, ഇനി കളികൾ ഓഫ് റോഡ്. 95, 62, 67, 91, 36. ഓഫ് റോഡ് ഏതാ കുന്നിന്റെ പേരെന്താ? ബാക്കി വിശേഷങ്ങൾ വണ്ടിയോടൊപ്പം ഫോൺ മുങ്ങട്ടെ. അതെ പൊളിങ്ങണ്ടേ. ഓണാകെ പൊളിക്കണ്ട. വായിപ്പിച്ചണോ? എത്ര കുട്ട ഇതൊക്കെ കുറുമ്പിമല കയറണവരോ. ഒരു പാർപ്പുറത്താണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഈ പാർപ്പുറത്തെ ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിന്റെ വണ്ടിക്ക് 100 ആ മറ്റേ കാർഡ് അല്ലെങ്കിൽ റേഞ്ച് ഉണ്ട് അങ്ങനെ കാർഡ് എടുക്കൂലേ? ആ കാർഡുണ്ട്. ഒന്നാം തീയതി അവിടെ നിർത്തിയത് ഇവിടെ ഉണ്ട്. വൈഫൈ ഉണ്ട്. ആ പിന്നെ കാർഡുണ്ടല്ലോ. പിന്നെ എല്ലാം ചെയ്യാനോ. മേലേക്ക് കയറി. ഇത് കാരണം നമ്മൾ ആസിഫിനെയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ ആസിഫിനെ ഏൽപ്പിക്കുക. 2 വണ്ടിക്ക് തിരക്കാണ്.
അതുകൊണ്ട് ഇങ്ങനെ ആ വരുന്ന വരവങ്ങനെ ഉണ്ടാണ് എന്താ അടിപൊളിയായിട്ട് അങ്ങനെ കയറി വരുന്നുണ്ട്. നല്ല വൈബ് തന്നെ അത്. അങ്ങനെ സ്ലിപ്പാവുന്നതുകൊണ്ട് അടിപൊളി വരവാണ്. നിങ്ങൾക്ക് നല്ല പരിപാടി ചായ വാങ്ങി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ എല്ലാം സെൽഫി എടുക്കാം. അപ്പോഴേ നേക്കുള്ളൂ. വീഡിയോ എടുക്കണം. അതെല്ലാവർക്കും കുറച്ചെടുക്കാം. നമ്മളിപ്പോ നെല്ലിയാമ്പതി എവിടെയാണ്? എവിടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. അതെ, പയ്യാന്റെ ശരീരത്തിൽ കുറെ അധികം ബാഡ് ബ്ലഡ് ഉണ്ട്. തടി കുറച്ചവിടെ കുറഞ്ഞു. ഇവിടെ അട്ട കടിച്ചപ്പോ തടി കുറഞ്ഞു. പുതിയ കണ്ടുപിടുത്തം. അത് നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് അപ്പുറത്തൊക്കെ ഇങ്ങനെ പോയി രണ്ടാമത്തെ വ്യൂ പോയിന്റ് പോകാം. 3 വ്യൂ പോയിന്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആസിഫിലാണ് ക്യാമറ എടുക്കണേ. വണ്ടി കയറിയാണ് നിങ്ങൾ തുടങ്ങി. കഴിഞ്ഞു, ഞങ്ങളെത്തി. ഞങ്ങൾ വണ്ടി വാങ്ങിച്ചു. ഈ ചെങ്ങായിട്ടല്ലോ ആ ട്രക്കിങ് ഫുള്ള് ബാക്കിൽ തൂങ്ങി പിടിച്ചാണ്. പ്രത്യേക കാറുണ്ട്. അടിപൊളി സംഭവമാണ്. അപ്പൊ നമ്മള് പോയ ഡ്രൈവറിന്റെ പേരെന്താണ്? രാജേഷ് കുമാർ. നിങ്ങൾ വരുമ്പോ നമ്പർ KL 18H0117. അടിപൊളി സെറ്റാണ്, പൊളിയാണ്. അപ്പൊ നിങ്ങള് എന്തായാലും മറ്റേ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധങ്ങള് ഓഫ് റോഡ്. ഞങ്ങൾ കയറിയ സമയത്തും മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കരുതി ഇനിയിപ്പോ ഫുള്ള് മഴ ആയിരിക്കുന്നു. പക്ഷെ വളരെ എന്താ പറയാ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം മഴയൊക്കെ ഒന്നും ഫുള്ള് കോട, നല്ല അടിപൊളി ട്രക്ക്. ഒന്നും പറയാല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാലും നെല്ലിയാമ്പതി വരികയാണെന്നുണ്ടെങ്കിൽ അതെ നെല്ലിയാമ്പതി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീപ്പ് ട്രക്ക് പോകണം തന്നെ നമ്മൾ പറയുള്ളൂ. അത് മൺസൂൺ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് കാരണം അത്ര അടിപൊളി. ഒരു അട്ടകടയൊക്കെ കിട്ടിയാല് അടിപൊളി. അപ്പൊ ഞങ്ങൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് സീതാകുണ്ട് പോകും. അപ്പൊ ഞങ്ങള് വ്യൂ പോയിന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റ് പോയിന്റിൽ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ കണ്ടു. തേയിലത്തോട്ടം, അടിപൊളി തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ. മനോഹരമായ ഗംഭീരമായ തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ. അതിമനോഹരമായ നമുക്കൊരു അട്ടനെ ഇവിടെ നിന്ന് കൊണ്ടോണം. എന്റെ അഭിപ്രായം അട്ടരവാണി ഉണ്ടോലോ. നമ്മളിപ്പോൾ സീതാകുണ്ടിലെത്തിയിരിക്കുന്നു. സീതാകുണ്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആയിട്ട് വരുന്നതാണ് നമ്മൾ. സീതാകുണ്ടിലൊക്കെ പോട്ടെ. ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മള് സീതാകുണ്ടിലോട്ട് എത്തിച്ചേരാനായി. അവിടുന്ന് ടിക്കറ്റ് എടുത്തില്ല, അവിടെ രജിസ്റ്റർ ചെയ്തു. വണ്ടി നമ്പർ, പേര്, ഫോൺ നമ്പർ, ടൈം എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ പോന്നിട്ട് ഒരു വളവിലെത്തി. ആ വളക്കാട്ട് വണ്ടി വളച്ചു. അപ്പൊ നമ്മള് സീതാകുണ്ടിലോട്ട് എത്തിയിരിക്കുന്നു. സീതാകുണ്ടിലെത്തിയിട്ട്
ഈ കൂടുതൽ ബൈക്കുകൾ, കാറുകൾ, ജീപ്പുകൾ, ലോറികൾ, ബസ്സുകൾ, KSRTC ഒക്കെ ഉണ്ട് ഇവിടെ. കുറെ ആളുകളുണ്ട്. തിരക്കാണ് ഗൈസ്, തിരക്കാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലുള്ള ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. 20 രൂപയാണ്. 20 റുപ്പീസ് ഉണ്ടോ? 20 രൂപ കൊടുത്തു. പാർക്കിംഗ് ഫീ ആണ് 20. ടിക്കറ്റ് ഇല്ല. പാർക്കിംഗ് ഫീ ഉണ്ടോ? പാർക്കിംഗ് ഫീ എടുത്തു. നമ്മൾ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്യാം. നമ്മുടെ പാർക്കിംഗ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെ പോ? നമ്മള് തൂക്കുപാലം. ആ തൂക്കുപാലത്തിന് വേറെന്തോ പേരുണ്ട്. ആ പേരെന്താ? നൂറാടിപ്പാലം. നൂറാടിപ്പാലല്ല, നൂറാടിപ്പാലം. അതായത് ഇവിടെയുള്ള നൂറാടിപ്പാലം എവിടെയുള്ള ഇതിന്റെ സ്ഥലത്തിന്റെ പേര് ഇത് എന്തന്നെ നെന്മാർ 16ാം ഡിവിഷൻ. മുള്ളംകൊല്ലി അടിപൊളി വ്യൂ പോയിന്റ്. മുള്ളംകൊല്ലി വേലായുധന്റെ അടിപൊളി വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ നല്ല നീന്തി തുടിക്കാൻ പറ്റിയ, നീരാടാൻ പറ്റിയ സ്ഥലം. നല്ല അടിപൊളി പ്ലേസ് ആണ്. നമുക്ക് സാധനം ഇവിടെ അടിപൊളിയായിട്ട് സാധനം അടിക്കാനും കാര്യങ്ങളൊക്കെ നടക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടിപൊളി പ്ലേസ് ആണ്. അത് നിർബന്ധമായിട്ടും കാണാം. ഒരു ദിവസം ആർക്കും ഒഴിവിട്ടാണെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണം. അതെ, ഓക്കെ. പിന്നെ അർക്കപ്പായമാരൊക്കെ ഉണ്ട് ഇവിടെ. അർക്കപ്പായൊക്കെ കിട്ടും. പേരക്കമാരുണ്ട്. പേരക്ക നമ്മുടെ വണ്ടി വന്ന് പറിക്കാം. നമ്മുടെ കാടിന്റെ പേരക്ക ഉണ്ട്, മുസമ്പി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, തേയിലുണ്ട്. മുന്തിരി ഇവിടെ. മുന്തിരി അപ്പുറത്തോട്ടൂല്ലേ? മുന്തിരി ഓറഞ്ച് ഈ ഭാഗത്ത്. പിന്നെ ഇങ്ങോട്ട് മുന്തിരി, ഇവിടെ ആപ്പിള്, ഇവിടെ പൈനാപ്പിള് എല്ലാം ഉണ്ട്. അങ്ങോട്ട് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കൂടുതലുകൾ നടന്ന എന്തൊക്കെയാ സംഗതികൾ പറയുന്നത്? എന്നോട് ഇങ്ങനെ പോകുന്ന വണ്ടിമ്മ കയറി കണ്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഓണങ്ങളുടെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോവന്നെ. ഞങ്ങളിങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോയോട്ടെ. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് തേയിലയും മാപ്പിളും ഓറഞ്ചും എന്തൊക്കെയായി കാണണ്ട. വണ്ടി എല്ലാ സംഗതികളും കാണണ്ട. ഏതായാലും അടിപൊളി ഏരിയയാണ്. വണ്ടി വല്ലതും പറയണം. എല്ലാം ഉണ്ടോ? ഏതായാലും കാണാൻ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഇന്ത്യയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ഭംഗിയാണ്. രണ്ടും തേയില. ഇതിപ്പോൾ കാപ്പിയാണ് കാണുന്നത്. കാപ്പിത്തോട്ടാണ് ഇത് കാണുന്നത്. കുറച്ച് മുമ്പിൽ അടിപൊളി തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവിടെ കാണുന്നത് കാപ്പി. പക്ഷെ റോഡ് ചെറിയൊരു മോശങ്ങളുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പങ്ങളില്ലാതെ അങ്ങോട്ട് പോയി പോരാ. അതാണ് കാണുന്നത് തേയില. അടിപൊളി കണ്ടാണെങ്കിൽ നമ്മളെ ഈ വീട്ടിൻ്റെ തേയിലത്തോട്ടാണ് കാര്യങ്ങൾ. അടിപൊളിയായിട്ട് വൈബ് ഏരിയ. ഏതാ ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾക്കാണ് അടിപൊളി സംഗതി. കാണാൻ വൈബാണ്. മനസ്സിനൊരു സമാധാനം കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഏതായാലും ഇവിടെ നിന്നാണ്ട് ഫോട്ടോ എടുക്കണ്ട് കുറച്ചൊക്കെ. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഏതായാലും
ഗൈസ് നമ്മള് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതായത് നമ്മള് നെല്ലിയാമ്പതി പിന്നെ ടോപ്പിൽ നിന്ന് ഇറങ്ങി ഏകദേശം താഴത്തേക്ക് എത്താനായിട്ട് നമ്മൾ കയറിയപ്പോൾ അതേ കാലാവസ്ഥയാണ് ഏകദേശം ഇപ്പോൾ ഇറങ്ങുമ്പോഴുള്ളത്. കയറിയപ്പോൾ നല്ല മഴയാണെങ്കിൽ ഇപ്പോൾ നല്ല കോണയാണ്. എന്താന്ന് പറയാ, ഭയങ്കര ഒരു സെറ്റ് അടിപൊളി എക്സ്പീരിയൻസ് ആണത്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. പിന്നെ നമ്മൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം നമ്മൾ വ്യൂ പോയിന്റ് പോയി വിസിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ തൂക്കുപാലം പോയി. പിന്നെ അങ്ങനെ കണ്ട് ലാസ്റ്റ് ഇപ്പോൾ തിരിച്ച് ഇറങ്ങുകയാണ്. കുറെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സെറ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് പിന്നെ നമുക്ക് നല്ല രസത്തിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ചെയ്യാൻ പറ്റും. ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അവൈലബിൾ ആണ്. അപ്പം എന്താ പറയാ, തീർച്ചയായിട്ടും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം. താങ്ക് യു. അപ്പം മുസ്തു ബാക്കി കാര്യങ്ങൾ മുസ്തു സംസാരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് പറയുക? ഒരേ പൊളി സാധനം, ലജ്ജാതി വൈബറ്. വാഗമണ്ണൊന്നും ഒന്നുമല്ല, എല്ലാം വെറുതെ പറയണേ. വാഗമണ്ണ അതിലും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാല് ഇമാതിരി അടിപൊളി. പക്ഷെ വലിയ ഇതില്ലല്ലേ, കാണാൻ വെറുതെ ഒരു നേരെ കുറച്ച് കാണാനുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇങ്ങനെ ചില്ലായിട്ട് ആക്കാൻ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. അതിപ്പം ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം ട്രക്കിങ്ങും ഇതൊക്കെയാണ്. ട്രക്കിങ് അടിപൊളി ട്രക്കിങ് നമ്മൾ ഒരട്ടം പറഞ്ഞതാണ്. എന്താ വെച്ചാല് എല്ലാവരും ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാവരും വിലക്ക് പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടില്ലേ? അപ്പൊ നാച്ചുറൽ, അതായത് പ്രകൃതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതും നമുക്ക് കാണേണ്ട കാഴ്ചകളുള്ളത്. ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന രൂപത്തിലാണ് ഒരു ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയുള്ള ഡെസ്റ്റിനേഷനാണ് നെല്ലിയാമ്പതി. കാരണം ഇവിടെ അതിനനുസരിച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്, പിന്നെ അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഭയങ്കര അടിപൊളി ഒരു സെറ്റ് ക്ലൈമറ്റും കാര്യങ്ങളും. നിങ്ങൾ മൺസൂൺ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത്ര കഴിവ്. ഞങ്ങളിപ്പോൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം. ഞങ്ങൾ കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പം മഴ ഉള്ളതുകൊണ്ട് ആകെ പിന്നെ എയർപ്പായിട്ട് പോകും ഒരു സെറ്റായി കിട്ടില്ല എന്ന് ചോദിച്ചു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും വരിക, എക്സ്പീരിയൻസ് ചെയ്യാം. സെറ്റാണ്. ഇതിൽ നമ്മൾ കേശവൻപാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മളവിടെ കയറാൻ നേരം ആന ഇറങ്ങിയിട്ടുണ്ട്. ആന പോയി കഴിഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ പിന്നെ മുതിർന്ന ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 15 രൂപയാണ്. അതുപോലെ നമ്മൾ കയറാത്ത വേറെ സ്ഥലമാണ് ഓറഞ്ച് ഫാം ഉണ്ട് നെല്ലിയാമ്പതി. ഓറഞ്ച് ഫാം നമ്മൾ പോയിട്ടില്ല. അവിടെ മുതിർന്ന ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അവിടെ ഇപ്പോൾ ഓറഞ്ചിന് സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ വരുന്ന മിക്ക സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, എൻട്രി ഫീ വരുന്നില്ല. സോ അങ്ങനെയൊക്കെയാണ്. വലിയ എൻട്രി ഫീ കാര്യങ്ങളും അങ്ങനെ ചാർജ് ഒന്നും വരുന്നില്ല. പിന്നെ ട്രക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെയുള്ള ടാക്സിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ പോകാൻ പറ്റില്ല. അപ്പം ആ ടാക്സിക്ക് ഒരു ചാർജ് വരും. പിന്നെ അവിടെ വണ്ടി എൻട്രി ചെയ്യാൻ, പിന്നെ ബാക്കി എത്ര ആളാണ് ഒരു വണ്ടിയിൽ പോകുന്നത് ഓരോരുത്തർക്ക് പിന്നെ ഒരു കണക്കിന് 50 രൂപയാണ് ഞങ്ങളത് ഈടാക്കിയിട്ടുള്ളത്. അത് ഓൺലൈൻ ത്രൂ ആണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ക്യാഷ് പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. ട്രക്കിങ് നിങ്ങൾ എങ്ങനെയാലും എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ നിൽക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് 13 മൈലോ 14 മൈലോ അങ്ങനെ എന്താ അതിൻ്റെ പേര് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് പോത്തുണ്ടി ഡാം കാണാൻ പറ്റും. തെളിഞ്ഞു വരുന്നുണ്ട്. പോത്തുണ്ടി ഡാം വിസിറ്റ് ചെയ്തിട്ടില്ല. അവിടെയും തോന്നുന്നു 20 രൂപയോ അങ്ങനെ എന്തോ ആണ്. അത് നമ്മൾ രാവിലെ 7 മണിക്കാണ് കയറിയത്. 8 മണിക്കാണ് പോത്തുണ്ടി ഡാം ഓപ്പൺ ആവുന്നത്. 8 മണി നമുക്ക് ആ ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ കയറുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. സമയം ഇപ്പോൾ 5 മണി ആവാനായിട്ടുണ്ട്. 5 മണിക്ക് പിന്നെ ചെക്ക് പോസ്റ്റ് അടക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൺഡേ ആണ്, നല്ല റഷ് ഉണ്ട്. വീക്കെൻഡിൽ വന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡാം. അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളി ഭംഗിയാണ്. ഇതാ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലേ കാര്യം. അവിടെ പോയാൽ അടിപൊളി കാഴ്ചയാണ്. ആ കോട കയറി പോണതും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് സംഗതി. നല്ല വൈബാണ്. നല്ല വൈബുള്ള ഏരിയയാണ്. അതിൽ അങ്ങനെ തോന്നുന്നു അവിടെയാണ് സ്ഥലം. ഒരു കറക്റ്റ് പേര് അറിയില്ല. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ഇതിലാണ്. നമ്മൾ ആ ഡാം ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കോടകളൊക്കെ പോയിട്ട് നമുക്ക് ഡാം കാണുന്നുണ്ട്.
നമ്മുടെ ഡാം, അവിടെയാണ് ആ ഡാമുള്ളത്. ആ ഡാമാണ് അവിടെ കാണുന്നത്. അവിടെ കാണുന്ന ഡാം അടിപൊളി വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പോകുന്ന ഫോറസ്റ്റിലൂടെ ആവണോണ്ട് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ആനിമൽസിനെ സൈറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. നമുക്ക് മഴ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ആരും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒന്നെണ്ണൊക്കെ ചെറുതേ കണ്ടിട്ടുള്ളൂ. എന്താണ്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.